ഹലോ ഗൈസ്, ഞാൻ എൽജോ ഏലിസ് ആൻഡ് ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിബിൽ സ്കോറിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ എന്നുള്ളത്. സോ ഇത് എന്താണെന്ന് നമുക്ക് പലർക്കും ഇന്നും അറിയത്തില്ലാത്ത ആൾക്കാർ ഒത്തിരി ആളുകളുണ്ട്. സോ അപ്പോൾ അത് എന്താണെന്നും എങ്ങനെ ഒരു ഉയർന്ന ക്രെഡിറ്റ് സ്കോർ നമുക്ക് നേടിയെടുക്കാമെന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള കമൻസും സജഷൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയാണെങ്കിൽ അത് ഒത്തിരി എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് നിങ്ങൾ എന്താണ് ഈ വീഡിയോയെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരിക്കും അത്. സോ അപ്പം അധികം വലിച്ചു നീട്ടാതെ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം. അപ്പം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടിട്ട് കാണും ഒരു സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ എന്നുള്ളത്. നമ്മളെല്ലാവരും തന്നെ ബാങ്കിൽ ഒരു ലോൺ എടുക്കാൻ പല സാഹചര്യങ്ങളിലായിട്ട് ചെന്നുപെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇങ്ങനെ ലോൺ എടുക്കാൻ വേണ്ടി ചെന്ന് കഴിയുമ്പം ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ലോണുകൾ രണ്ട് ടൈപ്പ് ആയിരിക്കും. ഒന്ന് സെക്യൂർഡ് ലോണും ഒന്ന് അൺസെക്യൂർഡ് ലോണും. ഇതിനകത്ത് ഈ സെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് കൊണ്ടുപോയി നമ്മൾ പണയം വെച്ച് കുറച്ച് പൈസ, അതായത് ഗോൾഡ് പ്ലഡ്ജ് ചെയ്ത് നമ്മൾ കുറച്ച് പൈസ ബാങ്കിൽ നിന്ന് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി പ്ലഡ്ജ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന പൈസ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഈട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന ലോണുകളെയാണ് നമ്മൾ എപ്പോഴും സെക്യൂർഡ് ലോണുകളെന്ന് പറയുന്നത്. ഇവിടെ സെക്യൂർഡ് ലോൺ എന്ന് വിളിക്കാൻ കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ കടം മേടിച്ച ആൾ ഈ പൈസ തിരിച്ചടയ്ക്കുന്നില്ല അല്ലെങ്കിൽ അടയ്ക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. കാരണം എന്താ, അവർക്ക് ഈ ഈട് വെച്ചിരിക്കുന്ന സാധനം വിറ്റിട്ട് അല്ലെങ്കിൽ ആ ഒരു അസറ്റ് വിറ്റിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ കൊടുത്തിരിക്കുന്ന ആ ബാങ്ക് കൊടുത്തിരിക്കുന്ന ആ കടം കൊടുത്തിരിക്കുന്ന എമൗണ്ടും അതിന് ഇൻട്രസ്റ്റും അതിൽ ബാങ്കിലേക്ക് വരവ് വെക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ലോണുകളെ നമ്മൾ സെക്യൂർഡ് ലോൺ എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു തരം ലോണുകളുണ്ട്, അൺസെക്യൂർഡ് ലോണുകൾ. ഇപ്പം നമ്മളൊരു പേഴ്സണൽ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേരെങ്കിലും അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡുകൾ ബാങ്ക് നമുക്ക് തരുമ്പം ഇതൊക്കെ നമ്മൾക്ക് ബാങ്ക് തരുന്നത് നമ്മൾ ആ പൈസ തിരിച്ചടയ്ക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ബാങ്കുകൾ ഈ ലോൺ എല്ലാം തരുന്നത്. കാരണം നമുക്കിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡുള്ള ആൾക്കാർക്കൊക്കെ 1.5-2 ലക്ഷം രൂപയൊക്കെ ലിമിറ്റ് കൊടുത്ത് നമ്മൾ ആ മാസം അത് യൂസ് ചെയ്തിട്ട് അത് തിരിച്ച് ബാങ്കിലേക്ക് കറക്റ്റായിട്ട് ആ പേയ്മെൻറ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ബാങ്കുകളെല്ലാം ഈ ലോൺ തരുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് വിശ്വാസം. ഇവിടെ ഈ വിശ്വാസം ബാങ്കിന് എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയുള്ള ഒരു അൺസെക്യൂർഡ് ലോൺ ബാങ്ക് കൊടുക്കാനായിട്ട് തയ്യാറാവുന്നത് എന്തിൻ്റെ പുറത്താണ്? ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു പേഴ്സണൽ ലോൺ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പം ബാങ്കിന് പോയി ആളോട് തന്നെ ചോദിക്കാൻ പറ്റുമോ നിങ്ങൾ ഈ പൈസ തിരിച്ചടയ്ക്കുമോ? ഒബ്വിയസ്ലി അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താ, ഞാൻ ഓൺ ടൈം തിരിച്ചടയ്ക്കുമെന്ന്. അപ്പോൾ ഈ കടം ആവശ്യപ്പെടുന്ന ആളുടെ തന്നെ ഈടിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആൾ തിരിച്ചടയ്ക്കുമെന്നുള്ള അൾട്ടിമേറ്റ് 100% വിശ്വാസത്തിൽ ബാങ്കിന് നമുക്ക് ലോൺ തരാൻ പറ്റുമോ? ഇല്ല, അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഈ ബാങ്കുകാർ ഇതിനെ സഹായിക്കുന്ന ഒരു കമ്പനിയാണ് ട്രാൻസ് യൂണിയൻ സിബിൽ എന്ന് പറയുന്നത്. സോ ഇത് ആക്ച്വലി ഒരു കമ്പനിയാണ്, RBIയുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ RBIയുടെ ശുപാർശയുടെ പുറത്ത് സ്ഥാപിതമായ ഒരു കമ്പനിയായിരുന്നു സിബിൽ. സോ ഈ സിബിൽ എന്താണ് ആക്ച്വലി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിബിൽ എന്ന് പറയുന്ന കമ്പനിക്ക് ഈ രാജ്യത്തുള്ള എല്ലാ ബാങ്കുകളുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലുള്ള ഏതൊരു പൗരൻ പോയി ഏതൊരു ബാങ്കിൽ പോയി ഒരു ലോണിന് ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോണ് എടുക്കുന്ന സമയത്ത്, ഈവൻ ഒരു എൻക്വയറി നടത്തുന്ന സമയം തൊട്ട് അവിടെ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും സിബിലിന് അറിയാൻ പറ്റും. മന്ത്ലി അടയ്ക്കുന്ന EMI പ്രോപ്പറായിട്ട് അടയ്ക്കുന്നുണ്ടോ, അതേപോലെ എത്ര നാളത്തെ ടെന്യൂറിനാണ് ലോൺ എടുത്തിരിക്കുന്നത്, എത്ര രൂപയാണ് ലോൺ എടുത്തിരിക്കുന്നത്, ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ സിബിൽ എന്ന് പറയുന്ന കമ്പനിക്ക് ഓരോ വ്യക്തിയുടെയും വെച്ചിട്ട് ഡീറ്റെയിൽസ് വെച്ച് അറിയാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിൽ പോയി ലോൺ എടുക്കുന്ന ഒരാൾ, ആ ആൾ പ്രോപ്പറായിട്ട് ആ ലോണെല്ലാം അടച്ച് തീർത്ത് വെൽ മാനേജ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതുപോലെ തന്നെ തീർത്തിട്ട് പോകുന്ന ഒരാളുടെ ഡീറ്റെയിൽസ് എല്ലാം എവിടെ ഉണ്ടാവും? സിബിലിലുണ്ടാവും. സ്വാഭാവികമായിട്ടും ആൾ രണ്ടാമതൊരു ലോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് സിബിലിൻ്റെ അടുത്തേക്ക് ഈ ബാങ്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും ആളുടെ സിബിൽ സ്കോറിന് വേണ്ടി. സ്വാഭാവികമായിട്ടും സിബിൽ സ്കോർ അന്നേരം ഈ സിബിൽ എന്ന് പറയുന്ന കമ്പനി എത്രയായിരിക്കും കൊടുക്കുന്നത്? നോർമലി സിബിൽ സ്കോർ വരുന്നത് 300 തൊട്ട് 900 വരെയാണ് നോർമലി വരുന്ന റേഞ്ച്. സോ ഇതിനകത്ത് ഒരാൾക്ക് എത്ര പോയിന്റ് കിട്ടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒരാൾക്ക് എത്ര പെട്ടെന്ന് ലോൺ കിട്ടുന്നു എന്നുള്ളത്. ഇത് 750 മുകളിലേക്കൊക്കെ സിബിൽ സ്കോർ ഉള്ള ആൾക്കാർ നമുക്ക് നല്ല സിബിൽ സ്കോർ ഉള്ള ആൾക്കാരെന്ന് പറയാം. കാരണം അവരുടെ മൊത്തത്തിലുള്ള ട്രാൻസാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവർ ഓൺ ടൈമിൽ എല്ലാ ട്രാൻസാക്ഷനും പ്രോപ്പറായിട്ട് അടച്ചു വീട്ടും. EMIകളെല്ലാം കറക്റ്റായിട്ട് അടയ്ക്കുന്ന ആൾക്കാരായിരിക്കും, മിതമായിട്ടുള്ള രീതിയിലായിരിക്കും ലോണുകൾ എടുക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം അവരുടെ കൊടുക്കൽ വാങ്ങലുകൾ, അതായത് വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം ട്രാൻസാക്ഷൻ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പക്ക നീറ്റായിട്ടായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഉയർന്ന ക്രെഡിറ്റ് സ്കോർ കാണും. ഈ ക്രെഡിറ്റ് സ്കോർ ഉള്ളത് കൊണ്ട് തന്നെ അവരൊരു ബാങ്കിൽ ചെന്നൊരു ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈസി ആയിട്ട് ലോൺ കിട്ടും. സോ അതാണ് സിബിൽ സ്കോറിനെ കുറിച്ച് നമുക്ക് ആദ്യമേ പറയാനുള്ള കാര്യം. ഇനി നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഡിസ്കസ്
ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എങ്ങനെ ഒരാൾക്ക് സിബിൽ സ്കോർ ഉയർത്താൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. സിബിൽ സ്കോർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സിബിൽ സ്കോർ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റും. സോ ഇപ്പം ഒരാൾ ലോൺ എടുക്കാത്ത പക്ഷം, ഒരു ലോണും എടുക്കാത്ത ഒരാളുടെ സിബിൽ സ്കോർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സ്വാഭാവികമായിട്ടും അവർ ലോൺ എടുത്തിട്ടില്ല, ആളുടെ ട്രാക്ക് റെക്കോർഡുകളൊന്നും ഈ സിബിൽ എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിലില്ല. സ്വാഭാവികമായിട്ടും ആളുടെ ഒരു ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്ക് നോർമലി 0 എന്നുള്ള സ്റ്റാറ്റസിലായിരിക്കും കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ നമുക്കിപ്പോൾ തൽക്കാലം ഇതിൽ നിന്ന് മാറ്റി നിർത്താം. ഇനി അതേസമയം ഒരു ലോൺ എടുത്തിട്ട് അടച്ച് തീർത്തയാളാവട്ടെ, ഇല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മുടക്കം വന്നയാളാവട്ടെ, ഇങ്ങനെ ഒരാൾക്ക് നല്ലൊരു സിബിൽ സ്കോർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് നമുക്ക് ആദ്യമേ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബില്ലുകളെല്ലാം ഓൺ ടൈം തന്നെ അടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുള്ള ആൾക്കാരാവാം, അല്ലെങ്കിൽ പേഴ്സണൽ ലോണുകളുള്ള ആൾക്കാരാവാം, മറ്റ് ലോണുകളുള്ള ആൾക്കാരാവാം, ഇങ്ങനെ പലതരത്തിലുള്ള ലോണുകളുള്ള ആൾക്കാരൊക്കെ ആവാം. ഇങ്ങനെയുള്ള ഒരാൾ അവർക്ക് പറഞ്ഞിരിക്കുന്ന ഡ്യൂ ഡേറ്റ് ഒരു കാരണവശാലും മിസ്സാവാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. ഈവൻ ഒരു EMI മുടങ്ങിയാൽ പോലും നമ്മുടെ സിബിലിലുണ്ടാവുന്ന വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇപ്പം നല്ല സിബിൽ സ്കോറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു മാസം ആൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് 10-ാം തീയതിയാണെന്ന് വെച്ചോ, EMI എന്തെങ്കിലും കാരണവശാൽ ആൾ ഈവൻ മറന്നു പോയിട്ട് ആ മാസത്തെ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റാതെ പോയാൽ പോലും അത് നമ്മുടെ സിബിലിനെ ബാധിക്കും. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ സിബിൽ സ്കോറിൽ വരുത്തുന്ന മാറ്റം വളരെ വലുതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ EMIകൾ ഒരിക്കലും മിസ്സാവാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവരുത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബില്ലുകളെല്ലാം ഓൺ ടൈം ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. എത്ര ലോണുകൾ നമ്മുടെ പേരിലുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ തന്നെ പ്രോപ്പറായിട്ട് ആ ബില്ലുകൾ നമ്മൾ പേ ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. സോ അതാണ് ഫസ്റ്റ് കാര്യം. സോ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സിബിൽ സ്കോർ ഉയർത്താൻ പറ്റും. കടം കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യത്തിനകത്ത് നമ്മൾ ഈ കടം കുറയ്ക്കുക എന്ന് പറയുമ്പം ചുമ്മാ കടം എടുക്കാതിരിക്കുക എന്നുള്ളതല്ല അതിനർത്ഥം. നമുക്കിപ്പോൾ ഒരു ബാങ്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പം പറയാം, ഒരാൾക്കൊരു ബാങ്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുത്തേക്കുക. ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ 1 ലക്ഷം രൂപ ലിമിറ്റുള്ള ഒരു ക്രെഡിറ്റ് കാർഡുള്ള ആൾ ഒരു കാരണവശാലും അവൻ്റെ 30%, അതായത് 1 ലക്ഷത്തിൻ്റെ 30% വരെയുള്ള എമൗണ്ട് യൂസ് ചെയ്യാവുള്ളൂ. അതിന് മുകളിലേക്കുള്ള ഒരു ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്താതിരിക്കുക. ഇനി അങ്ങനെ ട്രാൻസാക്ഷൻ നടത്തിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓൺ ടൈം പേയ്മെൻറ്റ്സ് എല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും നമുക്ക് അനുവദിച്ചിരിക്കുന്ന കടത്തിൻ്റെ അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റിനേക്കാളും കുറച്ച് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മുടെ അനുവദനീയമായിരിക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ 30% കൂടുതൽ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും പലർക്കും അത് സാധിക്കത്തില്ല. 50%, 80% ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ 80%-ത്തിനൊക്കെ മുകളിലേക്കുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ക്രെഡിറ്റ് കാർഡിലൊക്കെ നടത്തുന്ന സമയത്ത് ഭീമമായിട്ട് അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ വല്ലാതെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കടം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കടം എടുക്കാതിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് അനുവദനീയമായിരിക്കുന്ന ക്രെഡിറ്റിൻ്റെ അല്ലെങ്കിൽ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ മാക്സിമം കുറഞ്ഞ എമൗണ്ട് മാത്രം എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ കടം കുറയ്ക്കുക എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് മുകളിലേക്കുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾ നടത്തുന്നെങ്കിലും ഓൺ ടൈമിൽ അതിൻ്റെ ബില്ലുകൾ പേ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ആ ബില്ല് മുടങ്ങാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാതെ നോക്കുക. സോ ഇതാണ് നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി ഒരു നല്ല സിബിൽ സ്കോർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്ക് പല ലോണുകൾ കാണും. സോ ഈ പല ലോണുകളും നമ്മൾ ഓൺ ടൈം പേയ്മെൻറ്റും അടയ്ക്കുന്നത് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പേയ്മെൻറ്റ്സ് ഓൺ ടൈം അടച്ച് നല്ല രീതിയിൽ ആ ലോണുകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രീ ക്ലോഷർ ആയിട്ട് വരുന്നത്, അതായത് ഇപ്പം നമ്മളൊരു 5 വർഷത്തേക്കൊരു പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ടെന്ന് വെച്ചോ. ഈ പേഴ്സണൽ ലോൺ പ്രീ ക്ലോഷർ ചെയ്യുന്നത് പലരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കുറച്ച് എമൗണ്ട് വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയി പെട്ടെന്ന് ബാങ്കിൽ അടച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോർ നല്ലപോലെ കൂടും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് നല്ലൊരു ശതമാനം. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. കാരണം ഇപ്പം നമ്മളൊരു ലോൺ 5 വർഷത്തേക്ക് പേഴ്സണൽ ലോൺ എടുത്തിട്ട് അത് ഓൺ ടൈം അതിൻ്റെ EMIകളായിട്ട് പേ ചെയ്യുന്നതാണ് ക്രെഡിറ്റ് സ്കോറുകൾ കൂടാൻ വേണ്ടി, അല്ലെങ്കിൽ സിബിൽ സ്കോർ കൂടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ ഒരു 5 വർഷത്തെ ലോൺ എടുത്തിട്ട് ഒരു 2 വർഷം കഴിയുമ്പോൾ കൊണ്ടുപോയി നമ്മൾ ബാക്കി വരുന്ന പ്രിൻസിപ്പൽ എമൗണ്ടും അതിൻ്റെ പെനാൽറ്റി എന്താണോ വരുന്നത്, പ്രീ ക്ലോഷർ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പെനാൽറ്റി എമൗണ്ട്സ് ഒക്കെ ചില ബാങ്കുകൾ ഈടാക്കാറുണ്ട്. സോ അങ്ങനെ വരുന്ന എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അടച്ച് ക്ലോസ് ചെയ്താൽ അത് നമ്മുടെ സിബിൽ സ്കോറിനെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ലോൺ എടുക്കാതെ, ഇപ്പം നമുക്ക് ലോൺ എടുക്കരുതെന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പല സാഹചര്യങ്ങൾ കൊണ്ട് ഏതൊരു മനുഷ്യനും ലോൺ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന ലോൺ ഓൺ ടൈം പേയ്മെൻറ്റ്സ് നടത്തുക,
പരമാവധി പ്രീ ക്ലോഷർ വരുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം. എന്നും പറഞ്ഞ് നമുക്കിപ്പോൾ സിബിൽ സ്കോറിനെ മാത്രം നോക്കി നമ്മുടെ ഈ കുറച്ച് പൈസ വരുന്നത് കൊണ്ടുപോയി പ്രീ ക്ലോഷർ ചെയ്യാതെ നമ്മളത് വേറെ മറിക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് അത് നിങ്ങൾ തന്നെ ആലോചിക്കുക. അത് ഈ ഒരു പോയിന്റിനോട് എനിക്ക് ശരിക്കും ആക്ച്വലി യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു വ്യക്തിയുടെ കയ്യിൽ കുറച്ച് ഇതിപ്പം ആക്ച്വലി പക്ഷേ ഇങ്ങനെ ഒരു ഫാക്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇത് ഷെയർ ചെയ്തത്. പക്ഷേ ആക്ച്വലി ഇതൊരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ച് അവൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇപ്പോൾ എങ്ങനെയാലും ഒരു എമൗണ്ട് വരുമ്പോൾ അവൻ്റെ കയ്യിലുള്ള ലോണുകൾ അടച്ചു തീർത്താൽ അവന് ഒരു ദിവസം സ്വസ്ഥ സമാധാനമായിട്ട് കിടന്നുറങ്ങാം എന്നുള്ള ഒരു രീതിയാണ്. സോ അത് മാറ്റിയിട്ട് ഇങ്ങനെ ലോൺ ഉള്ള കാലം മൊത്തം തുടരാനും എല്ലാ കാലവും EMI അടയ്ക്കാനും ഭീമമായ ഒരു ഇൻട്രസ്റ്റ് ബാങ്കിലേക്ക് കൊടുക്കാനും അത് എത്രത്തോളം അത് പ്രാക്ടിക്കലാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം നല്ലൊരു കാര്യമാണെന്ന് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ എനിക്ക് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. അതെന്തുകൊണ്ട് സിബിൽ സ്കോർ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് അതിനകത്ത് ആഡ് ചെയ്തു എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിങ്ങനെ ലോൺ ഫുള്ളും അടച്ച് തീർക്കുന്നതാണ് എപ്പോഴും നല്ലത്. EMI ആയിട്ട് മാസം അടച്ച് തീർക്കുന്നതാണ് സിബിൽ സ്കോർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നല്ലത്. ആസ് എ പേഴ്സണൽ ആയിട്ട് ഇപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നേരത്തെ അടച്ച് ക്ലോസ് ചെയ്യുന്നതിനകത്തൊന്നും തെറ്റ്. നമുക്ക് ഈ അടയ്ക്കുന്ന പൈസ വേറൊരിടത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് റിട്ടേൺ എടുക്കാൻ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് കുഴപ്പമില്ല. അല്ല ഇനി അതൊന്നും അല്ല വലിയ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഒരു സാധാരണക്കാരനായ വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അതെപ്പോഴും ക്ലോസ് ചെയ്ത് അവന് ഒരു ദിവസം നേരത്തെ അവൻ്റെ കടക്കണികളിൽ നിന്ന് അവൻ മോചിതനാവുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ അത് എന്തായാലും നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് സിവിൽ സ്കോർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ പോയിന്റ്, ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ക്രെഡിറ്റുകളുടെ മിക്സ്, അതായത് നമുക്കുള്ള ക്രെഡിറ്റ്, അതായത് എത്രയൊക്കെ കടങ്ങളുണ്ടോ അത് പലതരത്തിലുള്ള ലോണുകളാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണും ഉണ്ടെന്നുള്ളത്. ഇപ്പം നമ്മൾ എടുക്കുന്ന ലോണുകളെല്ലാം അൺസെക്യൂർഡ് ആണെങ്കിൽ നമുക്ക് 3-4 ലോണുകളുണ്ട്, അല്ലെങ്കിൽ ഒരു 2 പേഴ്സണൽ ലോണും ഒരു ക്രെഡിറ്റ് കാർഡും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ 3 അൺസെക്യൂർഡ് ലോണുകളായിരിക്കും. അതേസമയം നമുക്കൊരു ലോണുകൾ 3 ഉള്ളതിൽ 1 ഒരു ഗോൾഡ് ലോണും 1 ഒരു പേഴ്സണൽ ലോണും 1 ഒരു ക്രെഡിറ്റ് കാർഡും ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എന്താവും, അവിടെയുള്ള ക്രെഡിറ്റുകൾ ഒരു മിക്സാണ്. അതൊരു സെക്യൂർഡ് ലോണിൻ്റെയും ഒരു അൺസെക്യൂർഡ് ലോണിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മിക്സ് ആയിരിക്കും. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ക്രെഡിറ്റ് മിക്സുകൾ ഉള്ളതായിരിക്കും എപ്പോഴും ക്രെഡിറ്റ് സ്കോറുകൾ നമുക്ക് ബിൽഡ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഒരു നല്ല ക്രെഡിറ്റ് സ്കോർ കിട്ടുന്നതിന് മാനദണ്ഡമാക്കുന്ന, അല്ലെങ്കിൽ ഒരു നല്ല ക്രെഡിറ്റ് സ്കോർ കിട്ടാനായിട്ട് നമ്മളെ അതിലേക്ക് നയിക്കുന്ന കാര്യം. സോ അതുകൊണ്ട് തന്നെ നമുക്കുള്ള എല്ലാ ലോണുകളും അൺസെക്യൂർഡ് ആവുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ വല്ലാതെ മോശമായിട്ട് ബാധിക്കും. നമ്മളിൽ പല ആളുകൾക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ എപ്പോഴും പോയി നമ്മുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ സിബിൽ സ്കോർ കുറയ്ക്കാനുള്ള ഒരു കാരണമാകും, അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കാനുള്ള ഒരു കാരണമാകും എന്നുള്ളത്. പക്ഷേ ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. നമ്മുടെ സിബിൽ സ്കോർ എത്ര തവണ ചെക്ക് ചെയ്യുന്നതും നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കാൻ പോകുന്നില്ല. നമുക്ക് ഈ UPI ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പല UPI ആപ്പിനകത്തും നമുക്ക് സിബിൽ സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മളിത് മന്ത്ലിയൊക്കെ ഒന്നൊക്കെ നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഒരു തവണയൊക്കെയാണ് ഇത് മന്ത്ലി റിഫ്ലക്റ്റ് ആവുന്നത്. കാരണം ഇപ്പോൾ ഈ മാസം നിങ്ങളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നോർമലി അത് നമ്മുടെ സിബിൽ സ്കോറിൽ അഫക്റ്റ് ആവുന്ന അടുത്ത മാസത്തേക്കായിരിക്കും സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ മാസത്തിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര തവണ നമ്മുടെ സിബിൽ സ്കോർ നോക്കി എന്നുള്ളത് കൊണ്ടും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് ബാധിക്കാൻ പോകുന്നില്ല. ഇനി നിങ്ങളിൽ എല്ലാവർക്കും തന്നെ സിബിൽ സ്കോർ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മൾ സിബിലിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിബിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അവിടെ പോയി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ആധാർ കാർഡോ പാൻ കാർഡോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്ത് ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുത്തൊരു അക്കൗണ്ട് എടുത്തിട്ട് അതിനകത്ത് ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിബിൽ സ്കോർ അറിയാൻ പറ്റും ഫ്രീ ഓഫ് കോസ്റ്റ്. അതേപോലെ തന്നെ നമുക്ക് UPI ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മുടെ സിബിൽ സ്കോറുകൾ അറിയാനുള്ള ഓപ്ഷൻസ് പല UPI ആപ്പുകളും തരുന്നുണ്ട്. സോ അതാണ് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. സോ എപ്പോഴും നമ്മുടെ സിബിൽ സ്കോറുകൾ നമ്മൾ മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യുക. നമുക്ക് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ കടങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. നമ്മൾ ഓൺ ടൈം ആണോ പേയ്മെൻറ്റ്സ് അടയ്ക്കുന്നതെന്ന് നോക്കുക. അത് എന്തെങ്കിലും കാരണവശാൽ കുറയുന്നുണ്ടോ എന്ന് നോക്കുക. ഇതെല്ലാം പ്രോപ്പറായിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ഇതാണ് സിബിൽ സ്കോർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ആളുകൾക്ക് 5ാമതായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു ടിപ്പ്. അംഗീകൃതമായിട്ടുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കറിയാം പല ഓൺലൈൻ ആപ്ലിക്കേഷൻസും ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസും, ഞാൻ ഒന്നിൻ്റെയും പേര് പറയുന്നില്ല. സോ
ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ നിന്നൊക്കെ ഭീമമായ പലിശയ്ക്ക് നമ്മൾ ലോൺ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോണുകളൊക്കെ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ തിരിച്ചടവ് മുടങ്ങി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. എന്തെങ്കിലും കാരണവശാൽ ഒരു അടവ് മുടങ്ങി കഴിഞ്ഞാൽ അവരത് റിക്കവർ ചെയ്യാൻ വേണ്ടി പല രീതിയിൽ നമ്മളെ മെൻ്റലിയും അതേപോലെ തന്നെ ഫിസിക്കലിയും നമ്മളെ മെൻ്റലി ടോർച്ചർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ ഫോണിലൊക്കെ ഇങ്ങനെയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള പല പെർമിഷൻസും അവർ എനേബിൾ ചെയ്തെടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈവൻ നമ്മുടെ പ്രൊഫൈലിനകത്തേക്കും നമ്മുടെ ഫോട്ടോസിനകത്തേക്കും ഒക്കെ അതിന് ആക്സസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പല ഇഷ്യൂസും നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലോണുകൾ എടുക്കുമ്പോൾ എപ്പോഴും ഓതറൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ RBIയുടെ നിയന്ത്രണത്തിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബിൽഡ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്കൊരു മനസ്സമാധാനം ഒരു പരിധി വരെ, കടമെടുക്കുന്നതിനോട് നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടും. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻസിൻ്റെ തൊല്ലകളിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒരു പരിധി വരെ നമ്മളെ രക്ഷിക്കാൻ ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ട് നമുക്ക് സാധിക്കും. സോ ഇത് ഈ കൂട്ടത്തിലൊന്ന് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യുന്നതിന് കൂട്ടത്തിൽ എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഈ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അവസാനം ഇതെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച് പറയുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ഉത്തരവാദിത്തത്തോടെയുള്ള പണമിടപാടാണ് നമുക്ക് ഒരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും വേണ്ടത്. അനാവശ്യമായിട്ട് എല്ലാത്തിനും ലോൺ എടുക്കുന്ന ആ ഒരു കൾച്ചർ മാറ്റിയിട്ട് നമുക്ക് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അത്രമേൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ലോണുകൾ എടുക്കാവുള്ളൂ. അല്ലാതെ എന്തിനും ഏതിനും ലോൺ കിട്ടും. ഇന്നത്തെ ഒരു പുതിയ തലമുറയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ₹1 കൊടുത്താൽ നമുക്ക് എന്തും വാങ്ങാം എന്നുള്ള രീതിയിലേക്ക് വരികയായി കാര്യങ്ങൾ. മാസം EMI അടച്ചാൽ നമുക്കിന്ന് എന്തും വാങ്ങാം. ഏത് സാഹചര്യങ്ങളും എന്ത് സൗകര്യങ്ങളും നമുക്കിന്ന് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറയിൽ അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം എന്താണെന്നും ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും പലരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് ഈവൻ ചിലപ്പോൾ ഒരു സാധനം അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ ഇന്നത്തെ പുതിയ സംവിധാനത്തിൽ അത് അവർക്ക് അഫോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. മാസം EMI ഒരു മനുഷ്യനെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു EMI എമൗണ്ട് കുറഞ്ഞു എന്നുള്ളത് അത് നമുക്കല്ലല്ല അതുകൊണ്ടൊന്നും ഗുണം, അത് ആ ബാങ്കിനാണ് ഗുണം. ₹1000 ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി, ബാക്കി EMI ആയിട്ട് അടച്ചാൽ മതി. അത് നമുക്ക് നിസാര EMI പെർ ഡേ ഇത്ര EMI അല്ലെങ്കിൽ വളരെ തുച്ഛമായൊരു തുകയൊക്കെ ആയിരിക്കും നമ്മളോട് പറയുന്നത്. പക്ഷേ നമുക്ക് എത്ര EMI എമൗണ്ട് കുറയുന്നു അത്രയും നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അതുപോലെ നമ്മൾ ബാങ്കിലേക്ക് അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത്രയും വലുതായിരിക്കുമെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നമ്മൾ എപ്പോഴും കാണിക്കണം. ഇല്ലാതെ നമ്മൾ ഈ കാണുന്ന വലിയ പരസ്യ ബോർഡുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ കാണുന്ന വർണ്ണപ്രപഞ്ചമോ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ ആരെയും സേവിക്കാനോ നമുക്ക് നല്ലത് വരുത്താൻ വേണ്ടിയോ അല്ല ഒരു ബാങ്കുകളും ഇരിക്കുന്നത്. അവരത് ബിസിനസ്സാണ്. അവരത് എടുത്തത് ആ എമൗണ്ട് അവർക്ക് മറ്റൊരാളിലേക്ക് കൊടുത്താൽ മാത്രമേ അവരുടെ ബാങ്ക് വലുതാവത്തുള്ളൂ. അതനുസരിച്ച് അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയുള്ളൂ. ഒരു ബാങ്കിൻ്റെ ലാഭം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഇൻട്രസ്റ്റ് ഇൻകം കൂട്ടാൻ വേണ്ടി അവർ എപ്പോഴും ശ്രദ്ധിക്കും. സോ അത് പക്ഷേ നമ്മളിത് മനസ്സിലാക്കാതെ നമ്മൾ എന്തെങ്കിലും EMI എടുക്കുകയാണെങ്കിൽ നമ്മുടെ മാക്സിമം EMI അടയ്ക്കാൻ പറ്റുന്നത് എത്രയാണെന്ന് നോക്കി അത് കൺവീനിയൻ്റ് ആണോ എന്ന് നോക്കിയൊക്കെ മാത്രമേ നമ്മൾ EMIകളിലേക്ക് കൺവേർട്ട് ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ എവിടെ EMI കിട്ടുന്നു എന്നും പറഞ്ഞ് നമ്മളത് പോയി വാരി വലിച്ച് വെക്കേണ്ട ഒരു ആവശ്യമില്ല. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്കകത്തോടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത്. ഇനി അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുമല്ലേ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.